ഹായ് ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു ട്രിപ്പാണ്. ഹർത്താൽ അങ്ങോട്ട് ആഘോഷിച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ഔട്ടിങ് പോലെ ഇങ്ങനെ പോവാണ്. വേറെ എവിടേക്കല്ല, നമ്മുടെ അടുത്തുള്ള മലമ്പുഴയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. മലമ്പുഴയുടെ അടുത്ത് പറയുമ്പോൾ തെക്കേ മലമ്പുഴ പറയും. അപ്പം ഞങ്ങളിന്ന് റെയിൽവേ കോളനിയുടെ ഉള്ളിൽ കൂടെ പോണത്. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എൻ്റെ ജിജോൻ്റെ എൻഗേജ്മെൻറ്റ് നടന്നത് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ നമുക്ക് പല നൊസ്റ്റുകളാണ്. ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ അച്ഛൻ റെയിൽവേയിലായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ക്വാർട്ടേഴ്സുകളിൽ റെയിൽവേ സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സാണിത്. ഇതാണ് റെയിൽവേ സ്കൂള്. ഇവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ഇവിടെയാണ് കേട്ടോ ഞാൻ പഠിച്ചത്. അപ്പം എന്തായാലും മിണ്ടാതിരിക്കല്ലേ, നോക്കണു മഴയില്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾ ശരി പറഞ്ഞിട്ട് എല്ലാവരും കൂടി പുറപ്പെട്ട്. ഞങ്ങളൊരു 5 ഫാമിലിയാണ് പോയത്. ടൂർ പോകുമ്പോഴും എല്ലാ കാര്യത്തിലും ഞങ്ങൾ 6 ഫാമിലിയാണ് പോവുക. അപ്പം ഇന്നതിൽ ഒരു ഫാമിലിയിൽ 2 പേര് മിസ്സിങ് ആണ്. അവർ മോൻ മാത്രമേ വന്നുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് റെയിൽവേ ഗ്രൗണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൻ്റെ കുറേ നൊസ്റ്റുകൾ ഉണ്ടാവും. കാരണം പാലക്കാട് റെയിൽവേ സ്റ്റാഫുടെ എല്ലാം താമസിച്ചിരുന്ന ഈ കോളനിയുടെ ഉള്ളിലാണ്. അപ്പോൾ കാണുമ്പോൾ ചിലവർക്ക് അറിയാമായിരിക്കാം. നല്ല ക്ലൈമറ്റ്, മഴയൊക്കെ പെയ്തതുകൊണ്ട് എല്ലായിടത്തും പച്ചപ്പ് നിറഞ്ഞ് കിടക്കുകയാണ്. അതാണ് ഞാൻ പോണ വഴിയൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത്, വെറുതെ അവിടെ ചെന്നത് മാത്രം എടുക്കണ്ടല്ലോ, ഒന്ന് പോകുന്ന വഴിയൊക്കെ എടുക്കാം. പിന്നെ ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും കുക്കിംഗ് വീഡിയോ ആണെങ്കിലും ചിലർക്ക് മുഷിയുമല്ലോ. അപ്പം ഞാനും വിചാരിച്ചു എന്തെങ്കിലും ഒരു ട്രിപ്പ് പോലെയൊക്കെ പോവുകയാണെങ്കിലോ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അതൊരു രസമായിരിക്കുമല്ലോ കാണാനും. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ അറിയുന്നവർക്കും ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ചാനൽ പുതിയതായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പം ഞങ്ങൾ ഏകദേശം എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കഴിഞ്ഞു. കുറച്ചും കൂടി അങ്ങോട്ട് പോയ മലമ്പുഴയുടെ മലകളൊക്കെ കാണാൻ തുടങ്ങും കേട്ടോ. പോകുന്ന വഴിയിൽ തന്നെ നല്ല വ്യൂ ആണ്, ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അവിടെ. അപ്പം ഞങ്ങളിപ്പോൾ അതായി പോണ സമയം പറഞ്ഞാൽ ഞങ്ങളൊരു ഉച്ചയ്ക്ക് 1:30 ശേഷമാണ് കേട്ടോ ഇറങ്ങിയത്. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയത്. കുറച്ച് നേരം ചില്ല് ചെയ്യാലോ എന്നുള്ള ഒരു ഇതിൽ ഒരു പ്രത്യേക വൈബല്ലേ, എല്ലാവരും കൂടി ഒന്ന് പോയി കളിക്കലും. പിന്നെ അവിടെ മെയിനായിട്ട് വെള്ളത്തിൽ കളിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പം അതാ പോകുന്ന റോഡിൽ കുറേ ആട്ടിൻപറ്റങ്ങൾ ഇങ്ങനെ നടന്നു പോകണം, കുറുമ്പിയാടുകൾ നടന്നു പോകണം. നല്ല വെയിലാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴി നല്ല വെയിൽ എന്ന് പറഞ്ഞ പോലെ നല്ല വെയിലാണ്, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നിങ്ങൾക്ക്. പിന്നെ ഹർത്താലായതുകൊണ്ട് ഒരുപാട് വണ്ടികളും തിരക്കൊന്നുമില്ല, വളരെ ശാന്തമായിരുന്നു റോഡ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ അല്ലേ നമ്മുടെ നാട്ടിലൊരു ഹർത്താൽ കിട്ടുന്നത്. ഇതാ കാണുന്നതാണ് ഫാൻറ്റസി പാർക്ക്. പക്ഷെ ഞങ്ങൾ ഏകദേശം ജസ്റ്റ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ വെയിൽ എന്ന് പറഞ്ഞില്ല, അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഒരു മൂടല കണ്ട്, ആകാശം കാണുമ്പോൾ തന്നെ കാണാൻ മൂടി വരുന്നുണ്ട്. ഇതാണ് മലമ്പുഴയുടെ മലകൾ കണ്ട എന്ത് രസമാണ്. താഴെ പാടങ്ങൾ, ഒന്നുമില്ല, പക്ഷെ കൃഷിയൊന്നുമില്ല, എന്നാലും പച്ച പിടിച്ച് കിടക്കുമ്പോഴേ കാണാൻ തന്നെ പ്രത്യേക ചന്താണ് കേട്ടോ. പാലക്കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള മലകളും പച്ചപ്പും നിറഞ്ഞതാണ് പാലക്കാടൻ ഭംഗി. അങ്ങനെ ഞങ്ങൾ പോയി മലമ്പുഴ എത്തണു, മഴയും പെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? അതാ കാണുന്ന മരങ്ങൾ കണ്ടോ, ആ മരങ്ങളുടെ ഉള്ളിലാണ് മലമ്പുഴ ഗാർഡൻ. ഇവിടെയൊക്കെ കടകളാണ്. ഇന്ന് ഹർത്താലായതുകൊണ്ട് ഒറ്റ കടയില്ല. ആദ്യമായിട്ടാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം മലമ്പുഴയിൽ വന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും മഴ പെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ചാറിലായിരുന്നു, എന്നാൽ പോയാലോ എന്ന് വിചാരിച്ച് നിൽക്കണു. ഭയങ്കര മഴയും ഇങ്ങോട്ട് തുടങ്ങി. നല്ല മഴ. അപ്പോൾ ഹരിക്കുട്ട ഹെൽമെറ്റ് ഇട്ട് ഡാൻസ് കളിക്കുന്നു. ഞങ്ങളാണെങ്കിൽ കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഹരിക്കുട്ട. പിന്നെ അവരൊക്കെ വന്നപ്പോൾ കോട്ട് വാങ്ങാൻ പോയപ്പോൾ കോട്ട് വാങ്ങി തീർന്നതും മഴ.
അതെ അതെ. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ശരി എന്താ ചെയ്യുക, ബാക്കി എല്ലാവരും കോട്ടെടുത്തു, ഞങ്ങൾ മാത്രം കോട്ടെടുക്കാത്തുണ്ടായിരുന്നുള്ളൂ. നോക്കണു അവിടെ മുന്നിലുള്ളൊരു കട തുറന്നു, അവിടെ കോട്ടും ഉണ്ടായിരുന്നു, 100 രൂപ കേട്ടോ ഒരു കോട്ടിന്. അങ്ങനെ ഞങ്ങൾ കോട്ടൊക്കെ വാങ്ങി കോട്ടിട്ടതും കറക്റ്റ് മഴ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ മഴ അങ്ങോട്ട് നിന്നു. ഇന്നിപ്പം നമ്മളിതാ തെക്കേ മലമ്പുഴയ്ക്ക് അങ്ങോട്ട് എത്താനായി. നല്ല രസമാണ് കേട്ടോ കാണാൻ. അത് ഈ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നത് എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാണും എന്നുള്ളത് അറിയില്ല, പക്ഷെ നല്ല രസം എന്ന് പറഞ്ഞാൽ പോലെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട് ഇങ്ങോട്ട്, പക്ഷെ ഇതുവരെ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കണ്ടിട്ടേ ഇല്ല. ഒന്നാമത് ഈ സമയത്ത് ഇങ്ങോട്ടൊന്നും ഞങ്ങൾ വരലില്ല, നല്ല മഴയുള്ള സമയത്തൊന്നും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്നാൽ ശരി പറഞ്ഞാൽ എല്ലാവരും കൂടി പോകുന്നുണ്ട്. നിറഞ്ഞ് ഫുൾ നിറഞ്ഞിരിക്കുകയാണ്. അതായത് മലമ്പുഴ ഡാമിൻ്റെ ഉള്ളിലല്ല കേട്ടോ, അത് തെക്കേ മലമ്പുഴ എന്നാണ് പറയുക. മലമ്പുഴയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റിലോട്ട് പോയ കവയാണ്, ലെഫ്റ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ തെക്കേ മലമ്പുഴ. എന്താ ഹരി? തെക്കേ മലമ്പുഴ വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ പോയത്. അതെ അതെ. ഞങ്ങളപ്പോൾ ഇവിടെ നല്ല, ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടവും നല്ല ഭംഗിയിലായിരുന്നു. അവിടെ തന്നെ 3 വെള്ളച്ചാട്ടം ഉണ്ട്. അതെ അതെ. റോഡ് സൈഡിൽ അതിവിടെയൊക്കെ കണ്ട കുഞ്ഞു കുഞ്ഞേ വെള്ളച്ചാട്ടങ്ങൾ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് പോയാലൊന്നും കഴിക്കാനൊന്നും കിട്ടില്ല. നമ്മളാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പായതുകൊണ്ട് ഒന്നും വാങ്ങിയും വെച്ചില്ല. എന്ത് ചെയ്യും പറഞ്ഞിട്ട് നിൽക്കണോ, കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ നല്ല വെള്ളമാണ്, ഫുള്ളായിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ അങ്ങോട്ട് താഴത്തേക്കൊക്കെ ഇറങ്ങി നമുക്ക് ഇഷ്ടംപോലെ നടക്കാനും കളിക്കാനും എല്ലാം ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അതൊന്നുമില്ല. പിന്നെ നല്ല റിസ്ക്കായ ഏരിയയാണ് കേട്ടോ. നമ്മൾ പോയാലും വെള്ളത്തിൽ കളിക്കുമ്പോഴും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയതൊരു പണി കിട്ടി, അവിടെ സ്ലിപ്പായി വീണത്. ഹരിക്കുട്ടനൊന്ന് കൂടിയിരിക്കുകയാണ് പറയാൻ. കാരണം അവന് നല്ല ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു അത്. വെള്ളത്തിൽ കളിക്കുക പറഞ്ഞാൽ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണല്ലോ. അത് ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ പോയത്. പിള്ളേർ സംഘങ്ങൾക്കൊരിഷ്ടം, അവരുടെ ഒരു എൻജോയ്മെൻറ്റ്. അമ്മ ഇവിടെ ഫ്രണ്ട് ഭാഗം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത്തിരി ഇങ്ങോട്ട് നീങ്ങി ഇവിടെ ഫ്രണ്ട് വീഡിയോ എടുക്കാമല്ലോ പറഞ്ഞിട്ട്, അപ്പോഴേക്കും ആ ഗ്യാപ്പിൽ ബിനോട്ടിനും പിള്ളേരൊക്കെ അതാ അങ്ങോട്ട് പോവാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇതൊന്നും അല്ല ഗൈസ്, ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു സാധനമുണ്ട്. ഈ വെള്ളത് ഇവിടെ അധികം വെള്ളം ഭയങ്കര ഇതില്ലെങ്കിലും നമുക്ക് നിൽക്കുമ്പോൾ പിന്നെ ഒഴുക്കിൽ പെടില്ല, അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളത്തിനെ കാണുമ്പോൾ. നമുക്ക് അങ്ങനെ ഇല്ലെങ്കിലും നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ വെള്ളത്തിൽ. പിന്നെ പിള്ളേർക്ക് പറയണ്ടല്ലോ അല്ലെ, പൊതിച്ചല്. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് പറയുന്നുണ്ടാവും, കാരണം ലോങ് വീഡിയോസ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് കുറേ നാളായി. അതിൻ്റെ ഒരു ഇത് നല്ല വെള്ളം നല്ല വഴുക്കലാണ് കേട്ടോ, പാറയൊക്കെ. ഇവിടുന്ന് സുഖമായി ചെറിയ കാഴ്ച പോവുകയാണ്. അത്ര ശീലമില്ലാതെ ഒരു ഭാഗത്ത് അതാണ് ഒരു സമാധാനം. അതുകൊണ്ട് പ്രശ്നമില്ല, കാരണം അവന് വന്ന് പൊരിഞ്ഞ് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പേര് ഇതിൻ്റെ മുകളിൽ പോയി വെള്ളച്ചാട്ടം വരണ കെട്ടിട്ട് 4 ഏട്ടന്മാർ.
ഇത് വേറെ പിള്ളേർ നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല, വേറെ പിള്ളേർ കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങണ നേരമായപ്പോഴാണ് അവരവിടെ മുകളിൽ, അവിടെ മുകളിൽ ഇതിനേക്കാൾ നല്ല വെള്ളച്ചാട്ടമാണ് അവിടെ കാണാനൊന്നും പോയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ എൻഡിലേക്ക് വന്നു. കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ എങ്ങനെയാണെന്ന് കാണാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ അവിടെ നല്ല ഭംഗി ഒക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, കണ്ടാൽ തന്നെ അറിയാലോ. ഇതാണ് മല, നമ്മുടെ മലമ്പുഴ മല അല്ലേ. ആ മല, ആ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ, ചെരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ ക്യാമറയിൽ നമുക്ക് അത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോഴിടയിൽ ഇങ്ങനെ മഴയൊക്കെ ചാറുന്നുണ്ട്, എന്നാലും വലിയ പ്രശ്നമൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ നമ്മൾ ഹർത്താലല്ലേ, അധികം ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അവിടെ പോണു, ഹർത്താലൊന്നും ആർക്കും ഒരു വിഷയമില്ല. അതുപോലെ കാരണം ഹർത്താൽ എല്ലാവരും ഫാമിലി ആയിട്ട് ഒരു ആഘോഷം നടത്തിയ പോലെയാണ്. കാരണം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് ഫുഡും കൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കഴിക്കണവരുണ്ട്. ഹർത്താൽ ആഘോഷിച്ചു. അല്ലാതെ അവിടെ തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ഐറ്റം കിട്ടും കേട്ടോ. അവിടെ നിന്ന് ഫ്രഷായി പിടിച്ച ഡാമിലെ മീൻ, അതിൻ്റെ കറി, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് അവിടെ തന്നെ ഹോട്ടലുകളിൽ കിട്ടും. പിള്ളേർ പിന്നെ കണ്ടപ്പോഴേക്കും, ഗ്രൗണ്ട് പോലെ കണ്ടപ്പോഴേക്കും അവർ കളിക്കാൻ കിടന്ന് പൊരിയാണ്. അതിൻ്റെ ഇടയിൽ കണ്ണ ബനിയൻ നനച്ചിട്ട് അവൻ ബനിയൻ എടുത്തിട്ടില്ല. അതെ, കണ്ണൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ എടുത്തില്ല അല്ലേ. എന്നാലും ദീപുവിൻ്റെ ഡ്രസ്സുള്ള അഡ്ജസ്റ്റ് ചെയ്തല്ല. ദീപുവിൻ്റെ ഡ്രസ്സ് അവന് കറക്റ്റ്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്ന് നമ്മൾ കപ്പയും മീൻകറി, പിന്നെ ഞങ്ങൾ എല്ലാവരും ചായ, പിന്നെന്താണ് പഴംപൊരിയും ബീഫും. ഒന്നും പറയാനില്ല, മീൻകറിയൊക്കെ കുടംപുളി ഇട്ട മീൻകറി അടിപൊളിയായിരുന്നു ടേസ്റ്റ്. പക്ഷെ ഓർഡറൊന്നും ഞങ്ങൾക്ക് കറക്റ്റായി കിട്ടിയില്ല. ഓർഡർ കിട്ടവർ നല്ല തിരക്കാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ഹർത്താൽ ദിവസമായിട്ട് അധികം ആരും പ്രതീക്ഷിച്ച് കാണില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു. ഓക്കെ, ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ.